വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മകന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉയർന്ന അലമുറ കേട്ട് കെ സോമനാഥൻ പിള്ള അകത്തെ കട്ടിലിൽ കണ്ണുകൾ ഇറക്കിയടിച്ചു കിടന്നു. മസ്തിഷ്കാഘാതത്തിൽ തളർന്ന ശരീരം ബന്ധുക്കൾ താങ്ങിയെടുത്ത് കട്ടിലിൽ ചാരിയിരുത്തി. ഹാളിൽ കിടത്തിയ മൃതദേഹത്തിലേക്ക് വാതിലിന്റെ വിടവിലൂടെ ഒരു മാത്രം നോക്കി. പിന്നെ മിഴിപ്പൊത്തി വിതുമ്പി. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ തട്ടാരമ്പലം മറ്റും തെക്ക് കെ സോമനാഥൻ പിള്ളയുടെ മകനാണ് ഇന്നലെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച സംഗീത് സോമൻ. 6 മാസം മുൻപുണ്ടായ മസ്തിഷ്കാഘാതത്തിൽ ശരീരം തളർന്ന സോമനാഥൻ പിള്ള പൂർണ്ണമായും കിടപ്പിലാണ്. കഴിഞ്ഞ ദിവസം അയൽവാസികൾക്കൊപ്പം ശബരിമല യാത്രയ്ക്ക് പോകാൻ നിശ്ചയിച്ച സംഗീത് അവസാന നിമിഷമാണ് തഞ്ചാവൂരിലേക്കുള്ള വിനോദയാത്ര സംഘത്തിനൊപ്പം പോകാൻ തീരുമാനിച്ചത്. സംഗീത് എല്ലാ വർഷവും ശബരിമലയിലേക്ക് കാൽനടയായി പോകാറുണ്ട്. ഈ വർഷം മക്കളെയും ഒപ്പം കൊണ്ടുപോകാനായി യാത്ര നീട്ടിവെക്കുക. ഇന്നലെ സംഗീതിന്റെ മൃതദേഹം നോക്കിയുള്ള മക്കളുടെ കരച്ചിലിൽ കണ്ടുനിന്നവരും വിതുമ്പലടക്കാൻ പാടുപെട്ടു. സഹോദരിക്ക് പകരം യാത്ര പോയ അരുൺ കടന്നുപോയത് മരണത്തിലേക്കാണ്. തട്ടാരമ്പലം മറ്റും വടക്ക് കാർത്തികയിൽ അരുൺ ഹരി അമ്മ രാധയ്ക്കൊപ്പം വിനോദയാത്ര പോയത് സഹോദരി ദീപയ്ക്ക് പകരമായാണ്. രാധയും മകൾ ദീപയും ഒന്നിച്ചാണ് ചരിത്രമുറങ്ങുന്ന ക്ഷേത്ര നഗരികൾ കണ്ടുവരാനുള്ള വിനോദയാത്രയ്ക്ക് ബുക്കിംഗ് നടത്തിയത്. അവസാന നിമിഷം ദീപയ്ക്ക് പകരം അരുൺ അമ്മയോടൊപ്പം പോകുകയായിരുന്നു. എന്നാൽ മടക്കയാത്ര അന്ത്യയാത്രയാകുകയായിരുന്നു. രാധ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ബസ് അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന യാത്ര പോയ മാവേലിക്കര സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത് എന്നിവർ മുണ്ടക്കത്തെ ആശുപത്രിയിൽ മുൻപ് മരിച്ചു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിന്ദു നാരായണൻ മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 33 പേർക്ക് പരിക്കേറ്റു. കുട്ടിക്കാനത്തെ വളവിറങ്ങിയപ്പോൾ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഡ്രൈവർ രാജീവ് കുമാർ പറഞ്ഞിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് KSRTC 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും KSRTC വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.